ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇത്തവണത്തെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന്. ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് 10 കോടി രൂപ. രണ്ടാം സമ്മാനം പാലക്കാട് ചിറ്റൂരിൽ. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയും കോൺഗ്രസും കാഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. BJP ഡീലിനെ ചൊല്ലി കൊടുങ്ങല്ലൂരിലും UDF-ൽ LDF വാക്പോര്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF-ന് BJPയുമായി ഡീൽ ഉണ്ടായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി OJ ജനീഷ്. UDF-നാണ് BJP വോട്ടിന്റെ ആവശ്യമെന്ന് ഇടത് സ്ഥാനാർത്ഥി VR സുനിൽകുമാർ. NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും ഇന്ന് തിരൂരിൽ. പ്രതിനിധി സമ്മേളനം നാളെയും മറ്റന്നാളും. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന് UN. വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ക്രൈസ്തവർ. നാളെ ഓശാന ഞായർ. പള്ളികളിൽ തിരുകർമ്മങ്ങൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ. വാർത്തകൾ വിശദമായി. സമ്മർ ബമ്പറിൽ 10 കോടി രൂപയുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന്. പാലക്കാട് ജില്ലയിലെ ഏജന്റായ മധുസൂദനൻ വഴി വിറ്റ SB 517026 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനം പാലക്കാട് ചിറ്റൂരിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചു. ഫർസാന എന്ന ഏജൻസി വഴി വിറ്റ SC 660573 എന്ന ടിക്കറ്റിനാണ് രണ്ടാം സമ്മാനം. ആകെ 42 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ച സമ്മർ ബമ്പറിന്റെ 41,73,410 ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF പുറത്തിറക്കിയ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വികസന രേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയും കോൺഗ്രസും കാഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, PK സന്തോഷ്, മുസ്താഖ് അലി, CC വിപിൻ ചന്ദ്രൻ, KV വസന്തകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP ഡീലിനെ ചൊല്ലി കൊടുങ്ങല്ലൂരിലും UDF LDF വാക്പോര്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന് BJPയുമായി ഡീലുണ്ടായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി OJ ജനീഷ് ആരോപിച്ചു. UDF-നാണ് BJP വോട്ടിന്റെ ആവശ്യമെന്ന് സുനിൽകുമാർ തിരിച്ചടിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന വിഷ്ണുപ്രസാദ് OJ ജനീഷിനെ സ്വീകരിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച് ഇടത് സൈബർ ഹാൻഡിലുകളാണ് UDF BJP ഡീലാരോപണത്തിന് തുടക്കമിട്ടത്. ചിത്രത്തിൽ വിചിത്രമായി ഒന്നുമില്ലെന്നാണ് OJ ജനീഷിന്റെ മറുപടി. SNDPയുടെ പാറപ്പുറം ശാഖയിൽപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവരെന്നോട് ഒരു ദിവസം അതിനൊരു ഹാരാർപ്പണം നടത്താൻ വേണ്ടി വീട്ടിലേക്ക് ചോദിച്ചു. ഞാൻ എന്റെ വീട്ടിലുള്ള സമയത്താണ് അവർ വന്നത്. അവരൊന്ന് ഹാരാർപ്പണം നടത്തി. അവരൊക്കെ ഇന്ന് മറ്റു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. യഥാർത്ഥ ഡീലിന്റെ ഗുണഭോക്താവാണ് സിറ്റിംഗ് MLAയും LDF സ്ഥാനാർത്ഥിയുമായ VR സുനിൽകുമാർ എന്ന് പറഞ്ഞ് ആരോപണം കടുപ്പിക്കുകയാണ് OJ ജനീഷ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പച്ചയായ ധാരണ ഉണ്ടാക്കി മത്സരിച്ച ആള്
സുനിൽകുമാർ MLA ആണ്. ആരോപണം നിസാരവൽക്കരിക്കുന്ന VR സുനിൽകുമാർ ആർക്കാണ് BJP വോട്ട് ആവശ്യം വരികയെന്നും പറഞ്ഞു വെക്കുന്നു. ഞങ്ങൾക്ക് BJP ആയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിലും ഇല്ല, ഈ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലും ഇല്ല. കോൺഗ്രസ് ആണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ കൂട്ടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാവും. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് LDFും BJPയും തമ്മിലാണ് പ്രധാന മത്സരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്, അല്ലാതെ കോൺഗ്രസുമായിട്ട് ഒരു മത്സരം നടക്കുന്നില്ല. കോൺഗ്രസുമായിട്ട് മത്സരം നടക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തുള്ള പഞ്ചായത്തുകളിലാണ് കോൺഗ്രസുമായിട്ട് മത്സരം നടക്കുന്നത്. എന്തായാലും ഡീലാരോപണം കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തും കൊടുങ്കാറ്റുയർത്തുകയാണ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തും. വൈകിട്ട് 4-ന് സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജില്ലാ ജനറൽ ആശുപത്രി പരിസരം മുതൽ നടുവിലാൽ വരെ 900 മീറ്ററാണ് റോഡ് ഷോ നടത്തുക. ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിലിറങ്ങും. തുടർന്ന് റോഡ് മാർഗം നഗരത്തിലെത്തും. തൃശൂരിൽ പൊതുസമ്മേളനമില്ല. ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും നാളെ വൈകുന്നേരം വരെ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ നഗരത്തിലേക്ക് വരുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്തിന് 1 മണിക്കൂർ മുൻപ് തന്നെ ട്രെയിലർ പോലുള്ള മൾട്ടി ആക്സിൽ വാഹനങ്ങൾ തൃശൂർ നഗരാതിർത്തിയിൽ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും ഇന്ന് തിരൂരിൽ നടക്കും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക തൃശൂരിൽ നിന്നും കൊടിമരം കൂത്തുപറമ്പിൽ നിന്നും ജാഥയായി തിരൂരിലെത്തിച്ചു. സാംസ്കാരിക ഘോഷയാത്ര തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും വൈകിട്ട് ആരംഭിക്കും. പൊതുസമ്മേളനം മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം നാളെയും മറ്റന്നാളുമായി നടക്കും. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരുന്നു. 23 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത്. UNAയും ആശുപത്രി മാനേജ്മെന്റുകളും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. വ്യവസ്ഥകളിൽ പിന്നോട്ടില്ലെന്നും ധാരണയിലെത്താത്ത ആശുപത്രികളിൽ സമ്പൂർണ്ണമായി പണിമുടക്കുമെന്നും UNA വ്യക്തമാക്കി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിക്കും. യേശു കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി എഴുന്നള്ളിയതിന്റെ സ്മരണ പുതുക്കിയാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. കുരുത്തോലകളുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും പങ്കെടുക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നാളെ രാവിലെ 6:30 നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിക്കും. പുത്തൻപള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും കാർമ്മികരാകും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ രാവിലെ 7-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ തെരഞ്ഞെടുപ്പ് ഡീലുണ്ടെന്ന് LDF. NDAയുടെ സീറ്റ് 2020 നൽകിയത് രഹസ്യധാരണയുടെ ഫലമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് പറഞ്ഞു. മാള പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇവിടെ പരസ്പരം പിന്നെ സഹകരിച്ച് ബന്ധപ്പെട്ട് ആ ഡീൽ അവർ
ഒരു രാഷ്ട്രീയ മുന്നണിയായി രൂപപ്പെടുത്തുന്നു എന്നതാണ് ഞങ്ങളുടെ ആക്ഷേപം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDF-നെ തുണച്ച കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ഫലം പ്രവചനാതീതം. ഹാട്രിക് ലക്ഷ്യമിട്ട് കളത്തിൽ ഇറങ്ങിയ സിറ്റിംഗ് MLA VR സുനിൽകുമാറിനെ നേരിടുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷാണ്. 2020-യുടെ വർഗീസ് ജോർജാണ് NDA സ്ഥാനാർത്ഥി. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിന്റെ രൂപഭാവങ്ങളിൽ മാറ്റം വന്നു. പഴയ മാള മണ്ഡലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൊടുങ്ങല്ലൂരിനോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ കെ കരുണാകരന്റെ മാള കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു. പുതിയ കൊടുങ്ങല്ലൂരിന്റെ ആദ്യ MLA 2011 TN പ്രതാപൻ വിജയ ത്രിവർണം ചാർത്തി. എന്നാൽ 2016 ചിത്രം മാറി. 1977 മുതൽ 1991 വരെ കൊടുങ്ങല്ലൂരിനെ പ്രതിനിധീകരിച്ചിരുന്ന VK രാജന്റെ മകൻ VR സുനിൽകുമാർ ചെങ്കൊടി ഉയർത്തി. 2021 സുനിൽകുമാറിനെ മണ്ഡലം വിജയതീരത്ത് ചേർത്തു നിർത്തി. 3ാം അംഗത്തിനിറങ്ങുമ്പോൾ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായാണ് അദ്ദേഹം വോട്ടർമാരെ സമീപിക്കുന്നത്. മണ്ഡലത്തിൽ സുനിൽകുമാറിനുള്ള വ്യക്തിപരമായ സ്വാധീനവും ഇടതുമുന്നണിയുടെ പ്രതീക്ഷയാണ്. ജനങ്ങളുടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അത് നേരിട്ട് തന്നെ സർക്കാർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇന്ന് സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ വിജയമായിട്ട് മാറുകയും ചെയ്യും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷിന്റെ ചടുലതയും പൊതുരംഗത്തെ ഇടപെടലുകളും തുണയ്ക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. പാലിയേക്കര ടോൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിലൂടെ ശ്രദ്ധേയനായിരുന്നു ജനീഷ്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുഴൂർ സ്വദേശിയായ ജനീഷിന് വേണ്ടി UDF ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ഞാൻ ഇവിടെ നിശബ്ദരായിരിക്കില്ല എന്ന് എൻ്റെ ഈ ഓട്ടത്തിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഓടും, ഞാൻ സ്ലീപ്പിംഗ് ആയിരിക്കില്ല, റണ്ണിംഗ് ആയിരിക്കും എന്ന് ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് മാറും. NDAയിൽ 2020 നൽകിയ മണ്ഡലത്തിൽ വർഗീസ് ജോർജാണ് സ്ഥാനാർത്ഥി. ഇരു മുന്നണികൾക്കുമെതിരെ ഒരു ജനകീയ ബദലിനെ വോട്ടർമാർ പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഇലക്ഷനല്ലേ, വിജയ സാധ്യത എല്ലാവരിലും തോന്നും, എനിക്കും അതുപോലെ തന്നെ തോന്നുന്നു. മണ്ഡലത്തിലെ അന്നംനട, കുഴൂർ, പൊയ്യ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ UDF-നാണ് ഭരണം. കൊടുങ്ങല്ലൂർ നഗരസഭയും മാള, പുത്തഞ്ചിറ പഞ്ചായത്തുകളും LDF ആണ് ഭരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP-യാണ് പ്രതിപക്ഷത്ത്. യുവത്വവും പരിചയസമ്പന്നതയും തമ്മിലുള്ള പോരാട്ടമാണ് കൊടുങ്ങല്ലൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ആവേശ കൊടുമുടിയേറുകയാണ് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. കൊടുങ്ങല്ലൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. വലപ്പാട് പോലീസും സായുധ സേനാ വിഭാഗവും സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. ചേർക്കര സ്കൂൾ മുതൽ AKG ഉന്നതി റോഡ് വരെയും തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നട മുതൽ ബസ് സ്റ്റാൻഡ് വരെയുമാണ് മാർച്ച് നടന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, SI-മാരായ എബിൻ, VA നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പര്യടനം തുടരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KB ബബിത അധ്യക്ഷയായി. LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, EA ദിനമണി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഷെബീർ, റംല യൂസഫ്, DYFIക്ക് വേണ്ടി സനോജ്. സ്ത്രീപക്ഷ വികസനത്തിന് UDF സർക്കാർ എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പ്രചരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, നബീസ നാസർ അലി, ഓമന വേണുഗോപാൽ, ലിൻഡി ഷിജു, ഷൈല സാബു, സിന്ധു സുബ്രഹ്മണ്യൻ, സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച ആഘോഷിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് കഴിഞ്ഞ ദിവസം അനുമതി ലഭിച്ചു. നാളെയും മറ്റന്നാളും നടക്കുന്ന വെടിക്കെട്ടിനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. 30 മുക്കോടി ദേവകളും സാക്ഷിയാവുമെന്ന
വിശ്വസിക്കുന്ന പൂരത്തിനായി നാടൊരുങ്ങി. ഇന്നലെ നടന്ന പെരുവനം പൂരം വർണ്ണാഭമായി. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളത്തോടെയാണ് പൂരങ്ങളുടെ വരവിന് തുടക്കമായത്. ഒല്ലൂരിൽ കാൽനട യാത്രക്കാരെ ദുരിതത്തിലാക്കി മലിനജലം റോഡിലേക്കൊഴുകുന്നു. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലെ മലിനജലം ഒഴുകിപ്പോകുന്ന പൈപ്പ് പൊട്ടിയാണ് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കും മലിനജലം ഒഴുകിയെത്തി. പരാതി കൊടുത്തിട്ടും കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. 15ഓളം സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. മലിനജലം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് കോർപ്പറേഷൻ ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കുണ്ടന്നൂരിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പിടികൂടി. തെക്കേക്കര ചാഴിക്കുളം ജനാർദ്ദനന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. രാവിലെ കൃഷിക്ക് വെള്ളം തിരിക്കാനെത്തിയ ജനാർദ്ദനാണ് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ടിനെ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ പിടികൂടി. അഷിത സ്മാരക പുരസ്കാരം KP മോഹനന് സമ്മാനിക്കും. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യ നിരൂപണ ശാഖയ്ക്കും പത്രപ്രവർത്തന രംഗത്തും നൽകിയ മികച്ച സംഭാവനകൾക്കാണ് പുരസ്കാരം. ഏപ്രിൽ 4-ന് ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പുരസ്കാരം സമ്മാനിക്കും. കയ്പമംഗലത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്ത് കോഫി വിത്ത് വത്സരാജ്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാന്തിപുരം പള്ളിനടയിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു. TS സജീവൻ മോഡറേറ്ററായിരുന്നു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. കിഴിപ്പുള്ളിക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രചരണം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മാളയിൽ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കുടിയൻ, ഷോൺ പെല്ലിശ്ശേരി, ഇരിങ്ങാലക്കുട മണ്ഡലം UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. മായന്നൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താളപ്പൊലി ആഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്ര മേൽശാന്തി പുതുക്കുള്ളി മഠം പ്രവീൺ എബ്രാന്തിരിയും കാർമ്മികത്വം വഹിച്ചു. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവെൻഷൻ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM അഹമ്മദ്, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലം BDJ സ്ഥാനാർത്ഥി രജിൽ KRന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും സംഘടിപ്പിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത്. BDJ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് ചുവന്നമണ്ണിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. ചുവന്നമണ്ണ് സ്വദേശി മാടപ്പുറം വീട്ടിൽ ചന്ദ്രനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രതിയായ വാവലക്കാട്ട് ഗോപാലൻ എന്നയാൾക്കായി പോലീസ് അന്വേഷണം നടത്തുന്നു. ലോക നാടക ദിനത്തിൽ നാടക കലാകാരൻ പ്രബലൻ വേലൂരിനെ CPI വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി
പ്രേംരാജ് ചുണ്ടലാത്ത് പ്രബലനെ പൊന്നാട അണിയിച്ചു. ജില്ലാ കൌൺസിൽ അംഗം കെ ടി ഷാജൻ, വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ്, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഒരു ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പില്ല. തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പാലിയം സമരത്തിൽ പങ്കെടുത്ത KA തോമസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം കൂരിപ്പുഴ ശ്രീകുമാറിന് കവി PN ഗോപികൃഷ്ണൻ സമ്മാനിച്ചു. 20,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ കുസുമം ജോസഫ് പ്രശസ്തി പത്രം സമ്മാനിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. PK ഡേവിസ്, PK കിട്ടൻ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, സന്തോഷ് മാനവം, കൊച്ചു ത്രേസ്യ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ സാജു മാത്യുവിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ VU രാധാകൃഷ്ണൻ അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. സാജു മാത്യു സ്മൃതി ദിനമായ ജൂലൈ 25-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ സിമി മേരി സാജു, AD ആൻറ്റു, മേജർ PJ സ്റ്റൈജു എന്നിവർ അറിയിച്ചു. തൃപ്രയാർ കിഴക്കേ നട പ്രധാന റോഡ് മുതൽ സരയൂ തീരം വരെയുള്ള വഴി ടൈൽ വിരിച്ചതിന്റെയും മണ്ഡപം നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, ഉണ്ണി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,575, പവന് 1,08,600. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇത്തവണത്തെ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന്. ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് 10 കോടി രൂപ. 2ാം സമ്മാനം പാലക്കാട് ചിറ്റൂർ. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയും കോൺഗ്രസും താഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. BJP ഡീലിനെ ചൊല്ലി കൊടുങ്ങല്ലൂരിലും UDF LDF വാക്പോര്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും LDFന് BJPയുമായി ഡീൽ ഉണ്ടായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി OJ ജനീഷ്. UDFനാണ് BJP വോട്ടിന്റെ ആവശ്യമെന്ന് ഇടത് സ്ഥാനാർത്ഥി VR സുനിൽകുമാർ. NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും ഇന്ന് തിരൂരിൽ. പ്രതിനിധി സമ്മേളനം നാളെയും മറ്റന്നാളും. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന് UN. വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ക്രൈസ്തവർ. നാളെ ഓശാന ഞായർ. പള്ളികളിൽ തിരുകർമ്മങ്ങൾക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.